ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ലൈവ് റീഡിങ്ങിൻ്റെ പോസ്റ്റ് ഇട്ടതിൽ 100 അതിൻ്റെ മേലെ 100 മേലെ മെസ്സേജസ് വന്ന് കിടക്കുന്നുണ്ട്. സോ എനിക്ക് ഇത്രയൊന്നും എന്തായാലും ചെയ്യാൻ സാധിക്കില്ല, അത് ഉറപ്പാണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞത് ഞാൻ ഇനിയിപ്പോൾ വേറെ രീതിക്കൊന്നും നടക്കെടുത്ത് അങ്ങനെയൊന്നും ഞാൻ ചെയ്യാനും നിൽക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞത് തന്നെ ലൈനിലെടുക്കുമെന്നാണ്. സോ ആദ്യം തൊട്ട് സ്റ്റാർട്ടിങ് തൊട്ട് നിങ്ങൾ പോസ്റ്റ് ഇട്ടതിൽ നിന്ന് ലൈനിൽ ഒരു എത്ര എണ്ണം എനിക്ക് ചെയ്യാൻ പറ്റുന്നോ ഒരു 1 hour ഞാൻ പിടിച്ചിട്ടുണ്ട്. ആ 1 hour അല്ലെങ്കിൽ ഒരു മേ ബി ഒരു 1.5 മാക്സിമം. കാരണം ഇടയിൽ സംസാരമോ കാര്യങ്ങളോ വന്നിട്ട് കുറച്ച് ഡിലേ ആയാൽ അങ്ങനെ. സോ എല്ലാം കൂടി ഒരു 1.5 മണിക്കൂർ മാക്സിമം, അല്ലെങ്കിൽ എൻ്റെ എനർജി എനിക്ക് പറ്റുന്നില്ല എന്ന് തോന്നുന്നവരെ ഓക്കെ ഞാൻ എത്ര എണ്ണം പറ്റുമോ അത്ര എണ്ണം ചെയ്യും. ആൻഡ് ചില ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ഇട്ടിരിക്കുന്നത് ഞാൻ എല്ലാം നോക്കിയിട്ടില്ല, പക്ഷേ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ തീരെ വേഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ജസ്റ്റ് കരിയറിനെ കുറിച്ച് അറിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എനിക്കൊരു ക്ലിയർ ആൻസർ അല്ല തരാൻ പറ്റുക. ഓക്കെ, നിങ്ങളുടെ ഇപ്പോൾ ജോലി ഉണ്ടോ നിങ്ങൾക്ക്, അതോ ഇല്ലേ, അതിനനുസരിച്ച് വേണം നമ്മൾ ഗൈഡൻസ് പറയാൻ അല്ലേ. സോ ഇവിടെ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ നോക്കുമ്പോൾ ജസ്റ്റ് ഒരു ഗൈഡൻസ് ആയിട്ട് മാത്രം പറയും. അതായത് നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്ന രീതിക്ക് യൂണിവേഴ്സിന്, അതായത് നിങ്ങൾ എന്ത് കാർഡ് വന്നോ ഓക്കെ ഒരു അഡ്വൈസ് കാർഡ് നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ട് ഞാൻ പറയും. ഓക്കെ, സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അങ്ങനെ ചെറിയ ആൻസേഴ്സ് തരാം. ഈവൻ ബാക്കിയുള്ളതും എല്ലാം ഞാൻ മാക്സിമം ഷോർട്ട് ആൻസേഴ്സ് ആയിരിക്കും. സോ എത്ര എണ്ണം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കും അറിയില്ല, ഞാൻ ചെയ്തു പോവാം ബാക്കി വരുന്ന പോലെ. ഓക്കെ, ആൻഡ് സോ മിസ്സാവുന്നവർ ക്ഷമിക്കാം, നിർത്തിയില്ല അതുകൊണ്ടാണ്. ഓക്കെ, ഇത്രയും എനിക്ക് എടുക്കാൻ എന്തായാലും സാധിക്കില്ല. ഇപ്പം ഞാൻ വിചാരിക്കും ആക്ച്വലി ലൈവിൽ ചോദിക്കുന്നതായിരുന്നു ബെറ്റർ എന്ന്. സാറില്ല, എന്തായാലും ഓക്കെ, നോ പ്രോബ്ലം. നിങ്ങളുടെ ആ ഒരു എനിക്ക് മനസ്സിലുള്ള ആ ഒരു ആകാംക്ഷ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന അത്ര ഞാൻ ചെയ്തുതരാം. ഇനി അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ടൈം മേ ബി യുനോ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടിയവർ നെക്സ്റ്റ് ടൈം ചോദിക്കാതിരിക്കുക. സോ മറ്റുള്ളവർക്ക് അവസരം കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. എനിവേ, ഇപ്പോൾ റീഡിങ്ങിന് വന്ന മെസ്സേജസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഇന്നത്തെ നമുക്ക് നോക്കാം. ഇന്നത്തെ കാർഡ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എംപറർ, 4 of Pentacles ആൻഡ് 10 of Wands. വല്ലാതെ സ്ട്രെസ്ഡ് ഔട്ട് ആണല്ലോ. ഐ തിങ്ക് നിങ്ങൾ യാ ഒരു നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. കൺട്രോൾ ചെയ്യുക എന്ന് മാത്രമല്ല, ഐ തിങ്ക് ഒരുപാട് ഭാരങ്ങൾ നിങ്ങളുടെ മേലെ എടുത്തായിട്ട് എനിക്ക് കാണുന്നുണ്ട്. എംപറർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു ശരിക്കും ഒരു വീട് ഫാമിലി ഒക്കെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു വ്യക്തി. ജെൻസ് ആവണമെന്നില്ല, ലേഡീസ് ആയാലും ഓക്കെ നിങ്ങളുടെ ലൈഫിൽ അതായത് ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യണം, ജോലിയുണ്ട്, ജോലിയിൽ ഒരുപാട് നല്ല രീതിക്ക് ചെയ്യണം, പിന്നെന്താ ലൈക്ക് റിലേഷൻഷിപ്പിലായാലും ശരി ഓക്കെ നിങ്ങൾ ഒരുപാട് കൺട്രോൾ വെക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിനെ മേ ബി സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ഇങ്ങനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതായിരിക്കാം. ഇവിടെ എവിടെയോ ഇത് എനിക്ക് നിങ്ങൾ ആ ഒരു ലീഡർഷിപ്പ് ലെവലിൽ നിൽക്കുന്ന രീതിക്കല്ല കാണുന്നത്, നെഗറ്റീവായിട്ടാണ് എനിക്ക് കാണുന്നത്. ആക്ച്വലി ഇതിനെ ഞാൻ റിവേഴ്സായിട്ട് വേണമെന്ന് വായിക്കാൻ. ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ ഇപ്പോൾ ആ ഒരു നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഭാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ഒന്ന് ഇവിടെ കൺട്രോൾ വെക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യും. മേ ബി നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യമായിരിക്കാം. നിങ്ങൾ ആരോടും ഒന്നും പറയുന്നില്ല, ഒന്നും തുറന്ന് പറയാതെ നിങ്ങളുടെ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സഹിച്ചുകൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ഭാരമാണ് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ട്, പക്ഷേ ആ ഭാരം നിങ്ങൾക്ക് താഴെയിടാൻ പറ്റുന്നില്ല. നിങ്ങൾ ഒരുപാട് സ്ട്രെസ്ഡ് ഔട്ട് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും ഓവർ വർക്ക്ഡ്, ഈവൻ ജോലിയിലാണെങ്കിലും ഓക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഐ തിങ്ക് ഒരുപാട് ഭാരമായിട്ട് നിങ്ങളുടെ മേലെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇംബാലൻസ് ആണ് ഇവിടെ ആയിരിക്കുന്നത്. ആൻഡ് ഇവിടെ എവിടെയോ നിങ്ങൾ അതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളെ തന്നെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അത് ഈവൻ ഫാമിലി ആയാലും ഓക്കെ ആരോടും ഒന്നും പറയാതെ നിങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് ഓക്കെ എല്ലാം നിങ്ങൾ അവനവനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു പൊസിഷനിൽ നിൽക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. അതായത് നിങ്ങൾ എല്ലാവരെയും മുമ്പിൽ ഞാൻ പെർഫെക്റ്റ് എന്ന രീതിക്ക് ഞാൻ പറയുന്നില്ല, ബട്ട് ഓക്കെ ഒരു നമ്മൾ എനിക്കൊന്നും പ്രശ്നമില്ല എന്ന രീതിക്ക് നിങ്ങൾ കാണിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഞാൻ ഓക്കെ ആണ് അല്ലെങ്കിൽ ഞാനെല്ലാം ചെയ്യുന്നുണ്ട് എന്ന രീതിക്ക് കാണിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. പക്ഷേ അത് നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ നിങ്ങൾ വല്ലാതെ ഓവർ വർക്ക്ഡ് ആണ്. ഒരുപാട് നിങ്ങളുടെ മനസ്സിനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾ അടക്കി വെച്ചിട്ടുണ്ട്, പലതും നിങ്ങളോട് തുറന്ന് പറയുന്നില്ല എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. കാര്യം ചെയ്യാൻ ഞാൻ അഡ്വൈസായിട്ട് തന്നെ എടുക്കാം. യെസ്, ബാലൻസ് ആൻഡ് ക്വീൻ ഓഫ്. ഓക്കെ, സി ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ വന്നത് നിങ്ങൾക്ക് ഇംബാലൻസ് ഉണ്ട്. അതായത് നിങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്യുന്നോ അതുപോലെ നിങ്ങൾക്ക് തിരിച്ചൊരു റിസൾട്ട് കിട്ടുന്നില്ല എന്ന രീതിക്കാണ്. ഇതിവിടെ
ഞാൻ പെട്ടെന്ന് ഇത് നമ്മളെപ്പോഴും കാണുന്നത് തന്നെയാണ്, ബട്ട് ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഇവിടെ ഒരു കോയിൻ കിടക്കുന്നുണ്ട്. നേരത്തെ 6 ഓഫ് പെനിക്കൽസ് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്ത് അങ്ങോട്ട് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഈക്വൽ റിസൾട്ട് അല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. അതാണ് ഏറ്റവും വലിയ നമുക്ക് നമ്മുടെ മനസ്സിൽ ഏറ്റവും ഭാരമായിട്ട് മാറുന്ന അതാണ്. ഇപ്പോൾ നമ്മൾ നല്ലൊരു ജോലിയിൽ നമ്മൾ മാക്സിമം എഫേർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ സാലറി ഇൻക്രിമെൻ്റ് ആവുന്നില്ല, സാലറി ഇൻക്രീസ് ആവുന്നില്ല, പ്രൊമോഷൻ കിട്ടുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങൾ വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫാമിലിയിലാണെങ്കിൽ മേ ബി നിങ്ങളുടെ ഫൈനാൻസ് പോരാ, ഓക്കെ, അതായത് നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പോൾ മതിയാവുന്നില്ല, ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കാനുണ്ട്, അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നു, അത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ആ ഫൈനാൻസസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പോരാതെ വരാം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ബട്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, പക്ഷെ അത് നിങ്ങൾ ആരെയും അറിയിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ ആരോടും പറയുന്നില്ല, അതിട്ടില്ല, ഇത് നടക്കില്ല, ഇത് പറ്റില്ല എന്ന രീതിക്ക് നിങ്ങൾ ആരോടും പറയുന്നുണ്ടാവില്ല. അഗൈൻ ഇവിടെ ഫൈനാൻസിൻ്റെ കാര്യം കുറച്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എവിടെയോ ഏർണിംഗ് നിങ്ങൾക്ക് അതുപോലെ ഈവൻ അത് പോട്ടെ, ഏർണിംഗ് പോട്ടെ, നിങ്ങളുടെ നമ്മൾ പറയില്ല മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ, അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ ഒരു ന്യായമായിട്ട് നമ്മളൊരു അപ്രിസിയേഷൻ കിട്ടും, മറ്റുള്ളവർ നമ്മളെ ഒന്ന് അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിലായാലും നിങ്ങൾ പ്രൊമോഷനോ കാര്യങ്ങളോ അങ്ങനെ വരാം. സോ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് കിട്ടുന്നില്ല ഇവിടെ. ഓക്കെ, അതും ഭാരമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് മാറുന്നുണ്ട്. ഈവൻ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇവിടെ നിങ്ങൾ ആക്ച്വലി നിങ്ങളോട് പറയുന്ന അഡ്വൈസ് നിങ്ങൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ്. ആൻഡ് കുറച്ചുകൂടി ഇമോഷണലി ഓപ്പൺ അപ്പ് ആവൂ എന്നും കൂടിയാണ് കാണുന്നത്. ഇവിടെ മേ ബി നിങ്ങൾ ഓവർ വർക്ക് ചെയ്യേണ്ട എന്ന രീതിയാണ്. അതായത് നിങ്ങൾക്ക് ഇങ്ങോട്ട് എന്ത് കിട്ടുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നത് നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുക. ഓക്കെ, അവിടെയാണ് നിങ്ങൾ കൺട്രോൾ വരുത്തേണ്ടത്. അല്ലാതെ നിങ്ങൾ അവനവനെ കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് സഹിച്ചുകൊണ്ടിരിക്കലല്ല ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ചിലപ്പോൾ പറയാൻ പഠിക്കേണ്ടി വരും, ദാറ്റ് ഓക്കെ എനിക്ക് പറ്റുന്നില്ല എന്ന് തുറന്നു പറയേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക, ചിലത് നിങ്ങൾക്ക് പറ്റില്ല എന്ന് നിങ്ങൾ പറയാം, നോന്ന് പറയാൻ പഠിക്കുക എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ ഹെൽപ്പ് എടുക്കാൻ ചില സമയത്ത് മേ ബി ഹെൽപ്പ് വേണ്ടി വരുമായിരിക്കും. അപ്പോൾ ഹെൽപ്പ് എടുക്കാൻ മടിക്കരുത്. ഇത് ആക്ച്വലി നമ്മൾ ആരെങ്കിലും കൺസൾട്ട് ചെയ്യുന്ന തരത്തിലോ, അതായത് ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കുന്ന തരത്തിലോ, ഈവൻ പാരൻസിനോടാവാം, അല്ലെങ്കിൽ നിങ്ങൾ മേ ബി കൗൺസിലിംഗ് അങ്ങനെ വല്ലതും, മേ ബി ഒരുപാട് നിങ്ങൾ ഇംബാലൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, മെൻ്റലി നിങ്ങൾ ഡൗൺ ആയി പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കൗൺസിലിങ്ങിൻ്റെ കാര്യമായിരിക്കാം. അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ഞാൻ പറയുന്ന പോലെ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളൊന്ന് തുറന്ന് പറയുക. ഓക്കെ, ഇമോഷൻസ് നിങ്ങളൊന്ന് തുറന്ന് പറയാൻ തുടങ്ങണം. നിങ്ങൾ മാറ്റി മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് അതിനെങ്ങനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന, നിങ്ങൾ ആരോടും ഒന്നും പറയുന്നില്ല. ഓക്കെ, നിങ്ങൾ അവോയ്ഡ് ചെയ്ത് നടക്കുകയാണ്. നമ്മൾ അവോയ്ഡ് ഫേസിങ് അവർ ഓൺ എന്ന് പറയും, ഫീലിങ്സ് എന്ന് പറയും. ഓക്കെ, നിങ്ങൾ അവനവൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണ്. അതാണ്. ഓക്കെ, ആരോടും പറയുന്നില്ല, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ പറയുക ആരോടെങ്കിലും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങളെ തന്നെ നിങ്ങൾ ഓവർ വർക്ക് ചെയ്ത് നിങ്ങളെ തന്നെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ എന്താവെന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ല രീതിക്ക് കാര്യങ്ങൾ ചെയ്യണം, എല്ലാവരും എല്ലാവരുടെയും കാര്യങ്ങൾ നന്നായിട്ട് പോകണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾ കൺട്രോളിലിരിക്കണം എന്ന രീതിക്കാണ് ചിന്തിക്കുന്നത്. പക്ഷേ അത് മാത്രം പോരാ. ഓക്കെ, അങ്ങനെ ചെയ്ത് അവസാനം ഈ ഭാരം നിങ്ങൾക്ക് താങ്ങാൻ പറ്റാതെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെയും ടേക്ക് കെയർ ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ തന്നെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ ക്വീൻ ഓഫ് കപ്സ് എനർജി പറയുന്നത് എനിക്ക് തോന്നുന്നത് നിങ്ങളോട് അവനവനെ കുറച്ച് സ്നേഹിക്കുക എന്ന രീതിക്കാണ്. നിങ്ങൾ അവനവനെ കെയർ ചെയ്യുക, കുറച്ച് റെസ്റ്റ് എടുക്കുക, ബ്രേക്ക് എടുക്കുക. അവേക്കനിങ്, ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയാനുണ്ട് എന്ന രീതിക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് വരാനുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഒന്ന്, നിങ്ങൾ ഓവർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരുപാട് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഓവർ കെയറിങ് ആണ്, ഓവർ ഗിവിങ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ഏറ്റെടുക്കുന്നു നിങ്ങളുടെ മേലെ ഭാരം എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഒരു തിരിച്ചറിവ് വരും, നിങ്ങൾക്ക് ഒരു പോസ് കാണുന്നുണ്ട്. നിങ്ങളോട് പറയുന്ന ഒന്ന് ഒരു ബ്രേക്ക് എടുക്കാം. ഓക്കെ, ഒരു ബ്രേക്ക് എടുത്ത് നിങ്ങൾ ചിന്തിക്കുക, എന്തോ മാറ്റാനുണ്ടല്ലോ എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഏസ് ഓഫ് പെന്റക്കിൾസ് വിഷസ് കമ്മിങ് ട്രൂ. ഓക്കെ, സെലിബ്രേഷൻ. ഓക്കെ, ഈ ഒരു സിറ്റുവേഷന് ശേഷം ഓക്കെ, ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ഭാരങ്ങൾ നമ്മൾ പറയുന്നത് അവസാനം നിങ്ങളെ തളർത്തി കളയും. ഓക്കെ, തളർത്തി നിങ്ങൾ വീഴുന്ന ഒരവസ്ഥ വരും. ആ വീണ് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ അവേക്കനിങ് നിങ്ങൾക്ക് വരിക, അതായത് തിരിച്ചറിവ് വരിക എന്ന് പറഞ്ഞ പോലെ. അതിനുള്ള അവസരം ഉണ്ടാവുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങാം. ഓക്കെ, ഇവിടെ ചെറുതായിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്തി തുടങ്ങാം. ഓക്കെ, ഒരുപാട് അങ്ങോട്ട് മാത്രം ചെയ്തു കൊടുക്കലല്ല, അതിൻ്റെ റിസൾട്ട് ഉണ്ടോ എന്നുകൂടി നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ആൻഡ് പ്രതീക്ഷകൾ വെക്കാനല്ല പറയുന്നത്, പക്ഷേ നമ്മൾ എത്ര അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നത് ചെയ്താൽ മതി, അത് വിചാരിക്കൂ. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്താൽ മതി. ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ഒരുപാട് വർക്ക് ആവുന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ നമ്മളൊന്ന് യു ഹാവ് ടു സ്റ്റാർട്ട് സെയിങ്. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് പറയാൻ തുടങ്ങണം എന്ന രീതിക്കാണ്. ഇമോഷൻസിനെ കൺട്രോൾ വെച്ചിരുന്ന് കഴിഞ്ഞാൽ അവസാനം അത് എല്ലാം കൂടി വല്ലാതെ വിഷമം ഫീൽ ചെയ്യും നിങ്ങളുള്ളിൽ.
മേ ബി എവിടെയോ എനിക്ക് തോന്നിയത് കുറച്ച് വേറൊരു കാര്യം കൂടി തോന്നിയത് ഞാൻ പറയാം. നിങ്ങളിങ്ങനെയാണോ എന്നും ആലോചിച്ച് നോക്കുമോ എനിക്കറിയില്ല. ഒരു മനസ്സിലെനിക്ക് വന്നത് നിങ്ങളിപ്പോൾ ഒരുപാട് കൺട്രോളിങ് ആവുന്നുണ്ട് എന്ന രീതിക്ക് കൂടി എനിക്ക് തോന്നി. ഓക്കെ, അതായത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളെ കൺട്രോളിങ് ആവുന്നുണ്ടെങ്കിൽ തന്നെ അത് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാത്തത് കൊണ്ട് നിങ്ങൾ ഓവറായിട്ട് കൺട്രോളിങ് ആയിട്ട് മാറാം. ഓക്കെ, അതായത് മേ ബി ഫൈനാൻസിൻ്റെ കാര്യത്തിൽ തന്നെ ആയിരിക്കാം നിങ്ങൾ ഒരുപാട് അതിനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. ബിക്കോസ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ദാറ്റ് ഇനഫ് ഇല്ല എന്ന്. ഓക്കെ, ആവശ്യത്തിന് ഇല്ല എന്ന് തോന്നുന്നുകൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അതും ഒക്കെ ഒരു ഭാരമായിട്ട് മാറും. ഓക്കെ, എനിവേ ഇവിടെ മോസ്റ്റ്ലി എനിക്ക് വരുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒന്ന് തുറന്ന് ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് പറയുക. സോ ഇവിടെ ഏത് സിറ്റുവേഷനാണ് നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്നത് വെച്ചാൽ അത് നോക്കൂ. ഓക്കെ, കുറച്ച് ഇമോഷണൽ ആവാൻ പറയുന്ന പോലെയാണ്. എന്തായാലും അത് തന്നെയാണ്, കുറച്ച് ഇമോഷൻസ് നിങ്ങളുടെ ഓപ്പൺ അപ്പ് ആവുക, അത് തന്നെയാണ്. ഓക്കെ, ടു ദ സീ. ഞാൻ കുറേ ആയി ഡെക്ക് എടുത്തിട്ട് ഇന്ന് തപ്പി പിടിച്ചെടുത്തതാണ്. റൗണ്ട് ആൻഡ് റൗണ്ട്, ഡീപ്പ് നോയിങ്. സി അവേക്കനിങ് ആൻഡ് ഡീപ്പ് നോയിങ് രണ്ടും എത്ര ക്ലിയർ ആയതായിട്ടാണ് വന്ന് നോക്കൂ. സി നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ എല്ലാം മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന രീതിക്കാണ്. ഓക്കെ, ഒന്ന് പോസ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇപ്പം എന്താണോ ചെയ്യുന്നത് ആ രീതി ഒന്ന് നിർത്തുക തൽക്കാലം. ഓക്കെ, ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുത്ത് പറഞ്ഞാൽ മീൻസ് സൈലൻ്റ് ആയിട്ടിരിക്കുക, സമാധാനമായിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുക, എന്നിട്ടൊന്ന് ചിന്തിക്കൂ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച്. ഓക്കെ, അതിലെന്താണ് മാറ്റം വരുത്തേണ്ടത് എന്ന്, നിങ്ങൾ എന്താണ് ഇപ്പോൾ ഗോ ത്രൂ ചെയ്യുന്നത് ആൻഡ് അതിനെന്താണ് മാറ്റം വരുത്തേണ്ടത് എന്നൊന്ന് ചിന്തിക്കൂ. ഓക്കെ, ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് എന്നും പറയും, കാഴ്ചപ്പാടൊന്ന് മാറ്റാനും ആയിരിക്കാം, അങ്ങനെയും പറയുന്നുണ്ട്. സോ ഡീപ്പ് നോയിങ് കാണുന്നുണ്ട്. സോ യെസ്, നിങ്ങൾ ഒന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇന്നർ നോയിങ് ഉണ്ട് എന്നൊരു കാര്യം കൂടിയാണ്. നിങ്ങൾക്കറിയാം ദാറ്റ് ഇനി ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ ശരിയാവില്ല, ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് അവസാനം ഒരു തകർച്ചയിലെത്തും എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ. ഇവിടെ ടു ദ സീ പറയുന്നുണ്ട്, ഒന്ന് ഇത് നമ്മൾ ശാന്തത എന്ന രീതിക്കായിരിക്കാം, ഒന്ന് ശാന്തമായിട്ടിരിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്ന കാര്യമാണ്. ആൻഡ് അഗെയിൻ എനിക്ക് വേറെ കാര്യം, നിങ്ങൾക്ക് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന്, അതാ പറഞ്ഞത്, ഒരു ബ്രേക്ക് എടുക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒന്ന് ചിലപ്പോൾ കടലിൻ്റെ അടുത്ത് വെള്ളത്തിൻ്റെ അടുത്തൊക്കെ ഒന്ന് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഇമോഷൻസ് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വെള്ളം എന്ന് പറയുമ്പോൾ തന്നെ ഇമോഷൻസ് ആണ്. സോ മേ ബി നിങ്ങൾ കുറച്ച് ടൈമൊക്കെ കടലിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വെള്ളത്തിന് ഏതെങ്കിലും വെള്ളമുള്ള ഏരിയയിലൊക്കെ ഒന്ന് പോയിട്ട് ലേക്കിൻ്റെ അടുത്തൊക്കെ പോയി ഇരിക്കുക, നേച്ചറിൽ ടൈം സ്പെൻഡ് ചെയ്യുക, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ അഗെയിൻ ഒരു യാത്ര പോകുന്ന കാര്യം കൂടി കാണുന്നുണ്ട്. സോ കുറച്ച് പേർക്ക് അതും ആവാം. റൗണ്ട് ആൻഡ് റൗണ്ട് ഇത് സൈക്കിൾ. ഓക്കെ, സൈക്കിൾസിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിലുള്ള സൈക്കിൾ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, വീണ്ടും വീണ്ടും ഒരേ കാര്യം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മുടെ ആക്ഷൻസ് മാറണം എന്ന് പറയും. ഫസ്റ്റ് ഒരു കിങ് ഓഫ് സോർഡ്സ് എനർജി ഉണ്ടായിരുന്നു, അതിവിടെ ഐ തിങ്ക് ഷഫിൾ ചെയ്തപ്പോൾ പോയി. ഓക്കെ, കിങ് ഓഫ് സോർഡ്സ് എനർജി അത് നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്ന രീതിക്കാണ്. സി നമ്മൾ ഒരു കോട്ടുണ്ട്, ഇഫ് യു വോണ്ട് എ ഡിഫറെൻറ്റ് ഔട്ട്കം ടേക്ക് എ ഡിഫറെൻറ്റ് ആക്ഷൻ എന്ന് പറയും. ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും വീണ്ടും വീണ്ടും അത് നിങ്ങളുടെ മുമ്പിൽ വരുന്നു എന്ന് വിചാരിക്കും. ഓക്കെ, ഒരു കാര്യം വന്നു, നിങ്ങൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ആ സിറ്റുവേഷൻ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന അതേ രീതിയിൽ വീണ്ടും 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 ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടും സെയിം തന്നെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ആ റിസൾട്ട് മാറണമെങ്കിൽ എന്താ മാറേണ്ടത്? നിങ്ങളുടെ ആക്ഷനാണ് മാറേണ്ടത്. ഓക്കെ, സോ അവിടെ ആ ഒരു കോട്ട് നിങ്ങൾ ഓർമ്മ വയ്ക്കുക. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഔട്ട്കം വേണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ഈ സൈക്കിളിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരണം. ആ സൈക്കിളിൽ പുറത്ത് വരാൻ നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നാണ്. ഓക്കെ, നിങ്ങളൊരു ഡിഫറെൻറ്റ് ആക്ഷൻ എടുക്കണം. ഇതുവരെ ചെയ്ത പോലെയല്ല, ഇനി ഒന്ന് മാറ്റി ചെയ്യട്ടെ എന്ന് ചിന്തിക്കുക, തീരുമാനിക്കാം. ഓക്കെ, സോ അതാണ് ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക്. എൻ്റെ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.